ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തക്കുടുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കുടൂസ് ആദ്യമായിട്ട് സ്കൂളിൽ പോവാട്ടോ. സ്കൂൾ തുടങ്ങിയിട്ട് 1.5 ആഴ്ചത്തോളമായി, പക്ഷെ അവന് പനി കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പനിയൊക്കെ മാറി സുന്ദരനായിട്ട് സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ ഇന്ന് നല്ല ഹാപ്പിയിലാട്ടോ മൂപ്പരാൾ, കാരണം പുതിയ ഡ്രസ്സും പുതിയ ബാഗൊക്കെ ഇട്ടിട്ട് പോണ സന്തോഷത്തിലാട്ടോ. പക്ഷെ പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ അറിയാം അവൻ്റെ തനി വിധം പോണില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല ഹാപ്പിയിലാണ് പോണത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊണ്ടാക്കി കൊടുക്കട്ടെ, ഫസ്റ്റത്തെ ദിവസമല്ലേ, ആദ്യമായിട്ട് പോണോണ്ട് ഞങ്ങളിന്ന് കൊണ്ടാക്കി കൊടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവനെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വണ്ടി ട്രാവലർ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് നാളെ തൊട്ടിട്ടാണ് പോവുള്ളൂ കേട്ടോ. ഫസ്റ്റത്തെ ദിവസം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണോണ്ട് പിറ്റത്തെ ദിവസമായിട്ട് വണ്ടിയിൽ പോകും. അപ്പോൾ ഇതാണ് അവൻ്റെ സ്കൂൾ. എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കുട്ടികൾ കുറേ ഉണ്ട് കേട്ടോ, അത്യാവശ്യം പിള്ളേരുണ്ട്. അപ്പോൾ അവൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് മോളിലാട്ടാ. മോളിൽ LKG UKG എന്ന് എഴുതിയിട്ടില്ല, അവിടെ ഒരു ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടാട്ടാ. പിന്നെ അവർക്ക് ഇടക്കിടക്ക് താഴ്ത്തിക്ക് ഇറങ്ങണ്ട, കാരണം മോളിൽ തന്നെ ബാത്റൂമും ഉണ്ട്, അതുപോലെ കൈ കഴുകാനുള്ള വാഷ് ബേസിനും അതുപോലെ എല്ലാ കാര്യങ്ങളും മോളിൽ തന്നെ ഉണ്ട് പറഞ്ഞിട്ട് കുട്ടികൾക്ക് LKG UKG വിഭാഗം മാത്രമാട്ടോ മുകളിലത്തെ സെക്ഷനുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ കണ്ടപ്പോൾ തക്കുട് ചുറ്റുഭാഗം നോക്കട്ടെ, ആരതൊക്കെ അവൻ ഇങ്ങനത്തൊന്നും കണ്ടിട്ടില്ലല്ലോ, കുറേ പിള്ളേരൊന്നും സ്കൂളിലൊന്നും എതിരായിട്ട് പോയിട്ടില്ലല്ലോ, അപ്പോൾ ആദ്യമായിട്ടല്ല പോണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഫുള്ള് തിരിഞ്ഞു നോക്കട്ടെ പിള്ളേരിനൊക്കെ. ഞങ്ങൾക്കും ചെറിയൊരു പേടി ഉണ്ട് കേട്ടോ, കാരണം അവൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ കരയോ, ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ കരയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. പോകുമ്പോൾ ഒക്കെ മൂപ്പരാൾ നല്ല ഹാപ്പിയിൽ അവിടെ പോയി ഇരുന്നു, പഠിക്കാനൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ ടീച്ചറും പറഞ്ഞു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയാണ്, കരയണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി തിരിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ ട്വിസ്റ്റ് കേട്ടോ, അത് ഞാൻ കാട്ടിയ വീഡിയോൻ്റെ ലാസ്റ്റ്. അപ്പോൾ ക്ലാസ്സിലൊക്കെ കൊണ്ടാക്കി പിള്ളേരൊക്കെ കണ്ട, അവിടെ ഒരു കുട്ടി കണ്ട ബെഞ്ചിൻ്റെ മുകളിൽ കിടക്കുന്നത്, എന്തായാലും ചെറിയ പിള്ളേരുടെ വികൃതികൾ. അപ്പോൾ കുറേ പിള്ളേർ അവിടെ ഇവിടെ കേട്ട് അങ്ങനെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ചില പിള്ളേർ കരയുണ്ട്. പിന്നെ ഫുൾ ആൾക്കാരൊന്നും യൂണിഫോം ഇട്ടിട്ടില്ല കേട്ടോ, ചിലർക്കൊന്നും യൂണിഫോം ഇപ്പോഴും അടിച്ച് കിട്ടിയിട്ടില്ല തോന്നുന്നു. അപ്പോൾ കുറച്ച് പിള്ളേർ മാത്രമാണ് യൂണിഫോം ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അവനെ നോക്കിയിരുന്നു കേട്ടോ, ഇനി കരയുണ്ടോ അവൻ എന്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. പക്ഷെ അവൻ കരയണമൊന്നും കണ്ടില്ല. പിന്നെ ഇവർ ബാഗൊക്കെ മടിയിൽ വെച്ചിട്ടാട്ടോ പിള്ളേർ ഇരിക്കുന്നത്. എല്ലാ പിള്ളേരും കണ്ട ബാഗൊന്നും മാറ്റി വെക്കണില്ല, വെള്ളം കുപ്പിയൊക്കെ മാറ്റി വെക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവനോട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുന്നംകുളത്ത് തന്നെ ഒരു ഷോപ്പിലേക്ക് പോയിട്ട് വണ്ടി ഒന്ന് ശരിയാക്കാണ്ട്, വണ്ടിക്ക് ആക്സിലേറ്റർ കേബിളിന് കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി അത് തുടങ്ങിയിട്ട്, അപ്പോൾ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് റെഡിയാക്കാൻ ഇന്ന് കൊടുക്കാൻ വെച്ചിട്ട് അവിടെ വണ്ടി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു 2 മണിക്കൂർ കഴിഞ്ഞാൽ ആ വണ്ടി കിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ച് വരിക പറയുമ്പോൾ വീണ്ടും പെട്രോൾ ചിലവല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു, 2 മണിക്കൂറല്ലേ ഉള്ളൂ വെച്ചിട്ട് കുന്നുകളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വെച്ചിട്ട് നടക്കട്ടെ. ഞങ്ങൾ സിനിമയ്ക്ക് കയറിയാലോ എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിനിമേൻ്റെ ടിക്കറ്റൊക്കെ എപ്പോഴാണെന്ന് നോക്കിയപ്പോൾ 12:45 ഷോ ഉള്ളത്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് നേരം വഴുകും. അപ്പോൾ അതുകൊണ്ട് സിനിമയ്ക്ക് കയറിയില്ല. തൽക്കാലം എന്തെങ്കിലും കഴിക്കുക വെച്ചിട്ടൊരു കടയിൽ കയറിയിട്ട് അവിടെ വെച്ചെങ്കിൽ ഷെയ്ക്ക്, സാൻഡ്വിച്ച്, ബർഗർ ഇങ്ങനത്തെ സംഭവമാണുള്ളത്. ബേക്കറി ബർഗർ ആട്ടാ, വെജിറ്റബിളിൻ്റെ. അപ്പോൾ എനിക്ക് ബർഗർ നല്ല ഇഷ്ടമാണ്, എങ്ങനത്തെ ബർഗർ ആയാലും ഞാൻ കഴിക്കും. അപ്പോൾ ബർഗർ ഞങ്ങൾ രണ്ടാളും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിൽ മിൽക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാംഗോൻ്റെ ഷേക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ നല്ല റേറ്റ് ആട്ടോ, 120 രൂപയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിൽ മിൽക്ക് പറഞ്ഞു, അതിന് 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ പട്ടാമ്പി ഉള്ളൊരു കടയിൽ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാട്ടിയിട്ടില്ലേ, പട്ടാമ്പി വില കുറവിന് ഡ്രസ്സ് കട ഉണ്ടെന്ന്. അപ്പോൾ അവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ജീൻസ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ പിള്ളേർക്ക് ഇടുന്നത്, സ്ക്രാച്ച് പാൻറ്റിൻ്റെ പോലത്തെ. അപ്പോൾ അത് നമ്മുടെ റിച്ചുവിന് സെലക്ട് ചെയ്തു കേട്ടോ. ഒരെണ്ണം തക്കുടൂന് പിന്നെ വീട്ടിലൊരെണ്ണം വാങ്ങിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ റിച്ചുവിന് ഉണ്ടായിരുന്നില്ല പാൻറ്റ്, അവന് അങ്ങനെ പാൻറ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് ഉച്ച കഴിയുമ്പോഴാണ് പിന്നെ സ്കൂളിലേക്ക് പോണത്. ഒരു 3:30 ആകുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3:30 ആകുമ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അതാ പിള്ളേരൊക്കെ വെള്ളമൊക്കെ കുടിക്കേണ്ട തിരക്കിലും അതുപോലെ ബാഗിൽ ബുക്കാക്കേണ്ട തിരക്കിലൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തക്കുട് എവിടെയെന്ന് നോക്കിയപ്പോൾ ഉള്ളതിൽ വെച്ച് ഹൈറ്റ് ഉള്ളത് തക്കുട് കേട്ടോ, തക്കുട് പേരെ ഹൈറ്റ് അല്ലേ. അപ്പോൾ അവനെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റി. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മൂപ്പരാൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു കേട്ടോ. പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു, വരുമ്പോൾ അതാ ഭയങ്കര കരച്ചിലാട്ടോ. കണ്ടപ്പോൾ കരച്ചിലൊന്ന് കൂടും ചെയ്തു. അപ്പോൾ ടീച്ചറോട് ചോദിച്ചു എന്താ അങ്ങനെ കരയണമെന്ന് വെച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഒന്നുമില്ല, ആദ്യമായിട്ട് അവൻ വന്നല്ലേ, അപ്പം അതിൻ്റെ കരച്ചിലാവും, ചോറ് തിന്നുമ്പോൾ അതുപോലെ ഒന്ന് ചിണുങ്ങിയിരുന്നു പറഞ്ഞു കേട്ടാ. ഉമ്മ വന്നിട്ട് ചോറ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ സങ്കടമായിട്ടാ ചെക്കൻ കരയുന്നത് കണ്ടപ്പോൾ. എന്നാലും സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പിള്ളേർ. അപ്പോൾ ഇനിയിപ്പോൾ നല്ലപോലെ പോയിക്കോളൂ വെച്ചിട്ട് അങ്ങനെ വിചാരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.